ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇത് നമ്മുടെ ബ്രദറിൻ്റെ വീട്ടിലുണ്ടായിരുന്നപ്പോൾ എടുത്ത വ്ളോഗാണ്. കുറേ ഞാൻ വ്ളോഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് എഡിറ്റ് ചെയ്ത് ഇനി ഇടണം. ആദ്യമേ ഞാൻ വെഡ്ഡിംഗ് വ്ളോഗ് എല്ലാവരും കാത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ വെഡ്ഡിംഗ് വ്ളോഗ് ഇട്ടുന്നേ ഉള്ളൂ. ഇനിയുള്ള വീഡിയോസ് ഞാൻ പതുക്കെ ഇടുന്നതായിരിക്കും. അപ്പം രാവിലെ തന്നെ കുറേ പണിക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്യാണമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് അവിടെ എല്ലാം ഒന്ന് സെറ്റാക്കുന്നുണ്ടായിരുന്നു. അപ്പം മെറ്റിലിടാനുള്ള കുറേ ബായിമാർ വന്നിട്ടുണ്ടായിരുന്നു. സീലിംഗ് ഇടുന്നുണ്ടായിരുന്നു വീടിൻ്റെ മണ്ടയ്ക്ക്. അപ്പം അത് സെറ്റ് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു, 2-3 ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ പെയിൻറ്റ് അടിക്കുന്നുണ്ടായിരുന്നു വീടിന്. പർപ്പിൾ കളർ പെയിൻറ്റാണ് ചൂസ് ചെയ്തത്. അപ്പോൾ അതടിക്കുമ്പോൾ വെയിലൊക്കെ വരുമ്പോൾ നല്ല രസം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സൈഡും കൂടെ അടിക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പം അതൊക്കെ അടിച്ച് സെറ്റ് ചെയ്യാണ്. അങ്ങനെ ഞങ്ങൾ പെയിൻറ്റൊക്കെ അടിക്കുന്ന അവിടെ നോക്കിയിരിക്കുകയാണ്. അത്യാവശ്യം ഒന്ന് പണി ഒതുക്കിയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. മൂന്ന് പണി നടക്കുന്നതുകൊണ്ട് 3 ആൾക്കാരും കൂടെ കുറേ ആൾക്കാരുള്ളതും കൊണ്ട് നല്ല തിരക്കായിരുന്നു ഗൈസ്. അങ്ങനെ അതൊക്കെ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ താഴ്ന്ന് ഇവിടെ കയറി വരാൻ കുറച്ച് വഴി ഇത്തിരി കുത്തനെയുള്ളൊരു കയറ്റം. അപ്പോൾ അവിടെ ഇങ്ങനെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് മെറ്റിൽ കയറ്റിക്കൊണ്ട് വരുന്നതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ അറിയാവുന്ന കുറച്ച് ചേട്ടന്മാരുണ്ടായിരുന്നു, അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും കൂടെ മുറിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേക്ക് കഴിച്ചിട്ട് ചേച്ചിയും ഞാനും കൂടെ, അവിടുത്തെ ജോൺസൺ ചേച്ചിയും ഞാനും കൂടെ പുറത്തു വന്ന് വെച്ചു. അപ്പം ചേച്ചി വണ്ടിയൊക്കെ എടുക്കുന്നുണ്ട് ഗൈസ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ചേച്ചിയുടെ വണ്ടി, ആകെ ഞാൻ പപ്പയുടെ കൂടെ മാത്രമേ വണ്ടിയിൽ കയറിയിട്ടുള്ളൂ. വേറെ ആരുടെയും കൂടെ ഞാൻ വണ്ടിയിൽ കയറിയിട്ടില്ല. അപ്പം ഫസ്റ്റ് ടൈം, അതും ഇതിൽ സ്കൂട്ടിയിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ചേച്ചിയുടെ വണ്ടിയിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് നല്ല രസമായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ, നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഞാൻ ചേച്ചിയും ഓരോന്നൊക്കെ മീഡിയം പറഞ്ഞു പോയി. ഞങ്ങൾ കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു, പണിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് പാലൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ പാലൊക്കെ മേടിക്കാൻ പോയിട്ട് തിരിച്ച് വന്നു. അങ്ങനെ കടയിൽ ചെന്ന് പാലൊക്കെ മേടിച്ചു. ചേച്ചി എനിക്ക് മുട്ടായിക്ക് വാങ്ങിച്ച് തന്നു. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ ആയിട്ട് വണ്ടി താഴെ വെച്ചിട്ട് വീടിൻ്റെ മണ്ടക്കോട്ട് കയറി പോകണം. അപ്പോഴത്തേക്കിനും ചേച്ചിമാരെല്ലാവരുടെ മൂവാറ്റുപുഴയിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയില്ല, അവർ ചേച്ചി ആൻറ്റിയൊക്കെ ആയിട്ട് പോയി. ഞങ്ങളുടെ ഷേക്ക് കുടിക്കാൻ വന്നതാണ്. മിനി ഇറങ്ങിയിട്ട് പോലും ഇല്ല അല്ലേ? അതെ, കൊല്ലും. ഞങ്ങൾ ഷോപ്പിങ്ങിന് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഷേക്ക് കുടിക്കാൻ കയറി. എല്ലാം ഇവളുടെ ചിലവാണ്. എൻ്റെ 10 പൈസ ഇല്ല. അതെ, ഫുള്ള് ഊറ്റുക. കുടിക്കൂ. പിന്നെ ഗൈസ്, അവർ ഗോൾഡ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസത്തിന് കഴിഞ്ഞാൽ വെഡ്ഡിങ് ആയിരുന്നു. അപ്പം ഗോൾഡ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഗോൾഡും കാര്യങ്ങളൊക്കെ എടുത്തത്. റിംഗ് ആയിരുന്നു മെയിനായിട്ട് എടുക്കേണ്ടത്. പിന്നെ താലിയൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ റിങ്ങൊക്കെ പേര് പറഞ്ഞ് ഇങ്ങനെ എഴുതിപ്പിച്ച് ചെയ്യിച്ചു ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സാരിയൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതായത് വരുന്ന ചേച്ചിയുടെ അമ്മയ്ക്കും പിന്നെ റിലേറ്റീവ്സിനും അങ്ങനെയൊക്കെ കുറച്ച് പേർക്ക് ഇങ്ങനെ സാരിയൊക്കെ എടുത്ത് കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പം അത് മേടിക്കാനായിട്ട് കുറേ കടയിൽ കയറി. അപ്പം തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം അവർ തിരിച്ച് വന്നപ്പോൾ തന്നെ 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 10-10:30 ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയില്ല, പണിക്കാറുള്ളതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിൽ നിന്ന് പോയി ശരിയാവില്ലല്ലോ. അപ്പം പിന്നെ ഞാനും ജോയ്സും വീട്ടിൽ തന്നെ ആയിരുന്നു. ഇവർ പോയിട്ട് വന്നു. അതിന് വേറൊരു ദിവസം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോയിട്ട് അതിൻ്റെ വ്ളോഗ് ഞാൻ നാളെ ഇടുന്നതായിരിക്കും. അങ്ങനെ അവർ കയറി നല്ല എന്താ പറയുക സാരിയൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഞാൻ പോയിട്ടില്ല, ചേച്ചിയാണ് പോയത്. ചേച്ചി പറയാൻ എന്തെങ്കിലുമൊക്കെ. അതിൻ്റെ ഞങ്ങളാണെങ്കിൽ എന്താണ് അവിടെ പെണ്ണിൻ്റെ അമ്മയ്ക്ക് സാരി കൊടുക്കണം, പിന്നെ അല്ലാതെ റിലേറ്റീവ്സിന് കുറച്ച് പേർക്ക് സാരി കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ പോയി സാരിയൊക്കെ കുറേ പേർക്ക് എടുത്തു. പല കടയിൽ നിന്നാണ് പല സാരികൾ വെച്ചിട്ട് എടുത്തത്. പിന്നെ ഒരുപാട് കടയിലൊക്കെ പോയി. അവിടെ നമ്മൾ ഉദ്ദേശിച്ച കളറോ മെറ്റീരിയലൊന്നും കിട്ടിയില്ല. പിന്നെ ആണെങ്കിൽ നമ്മൾ വേറെ കടയിലൊക്കെ പോയിട്ടാണ് ഓരോ സംഭവങ്ങൾ നമ്മളിങ്ങനെ ഒപ്പിച്ചൊപ്പിച്ച് കൊണ്ടുവന്നത്. പിന്നെ കഴിച്ച ഒരു വീണ്ടും വേറൊരു കടയിൽ കയറുന്നുണ്ട്. ഇതാണ് നമ്മൾ ലാസ്റ്റ് ഫൈനലായിട്ട് പോയ കട. ഇവിടെ നിന്നാണ് പിന്നെ ബാക്കിയുള്ള എല്ലാ സാരിയും ഷർട്ടും മുണ്ടും എല്ലാം എടുത്തത് നമ്മൾ. അതെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവർ ഹോട്ടലിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചു. അപ്പോൾ ഞങ്ങൾ വീട്ടിലായിരുന്നു. വീട്ടിൽ നൈറ്റും പെയിൻ്റ് അടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഡോറിനെ പെയിൻറ്റൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നാളെ നല്ല മധുരം വെപ്പിന്, അതായത് വെഡ്ഡിങ്ങിൻ്റെ തലേദിവസത്തെ വ്ളോഗായിരിക്കും നാളെ വരുന്നത്. അപ്പോൾ എന്തെങ്കിലും നാളത്തെ വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.